ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഞാനും കുറച്ച് തിരക്കിലാണ് കേട്ടോ. ക്ലീനിങ്ങും അങ്ങനെയുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് തീരും, പ്രത്യേകിച്ച് ക്ഷീണമൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാവിലെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചവിട്ടികളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് സർപ്പിലോ എന്തെങ്കിലും ഒരു പൊടിയിലിട്ട് മുക്കി ഒന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ വീടിനകമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ അത് നല്ലതായിട്ട് അഴുക്കൊക്കെ പോയി നല്ല കുതിർന്ന് കിട്ടും. നമുക്ക് കഴുകാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വന്ന് ആണ് പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. അപ്പം നമ്മൾ സാധാരണ എന്നും വീട് ക്ലീൻ ചെയ്തിടാറുണ്ട്. പക്ഷേ എന്നാൽ ഇതുപോലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ എന്തായാലും നമ്മളൊരു പ്രത്യേക ഒരു സമയം അതിനു വേണ്ടി കണ്ടെത്തും ക്ലീനിങ്ങിന് വേണ്ടി. അപ്പോൾ എന്നും ക്ലീൻ ചെയ്യാത്ത ചില ഏരിയകൾ കാണുമല്ലോ, ഇതുപോലെ ജനലുകൾ നമ്മൾ കർട്ടനൊക്കെ മാറ്റി ഒന്ന് പൊടിയും വരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പം നമ്മൾ അതൊന്നും ചിലപ്പോൾ എന്നും ചെയ്യുന്ന ക്ലീനിങ്ങിൽ ഉൾപ്പെടുന്ന ജോലികളായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. മാറാലകളും പൊടിയും ഒക്കെ അത് വീട്ടിന് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ആദ്യം തന്നെ പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ കർട്ടനൊക്കെ കഴുകാതെ ഒത്തിരി നാളായെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ജനാലകളെല്ലാം ഞാൻ ഇതുപോലെ പൊടിയെല്ലാം തട്ടി കർട്ടനൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി ഇട്ട്, ഇനി നമ്മുടെ ഈ സെറ്റി ഉണ്ടല്ലോ, ഈ സെറ്റിയൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള പൊടികളും എല്ലാ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഫാനൊക്കെ ഇടുമ്പോൾ നമ്മുടെ കാറ്റ് കൊണ്ട് എല്ലാം അതിനടിയിലായിരിക്കും. പക്ഷെ നമ്മൾ എന്നും ക്ലീൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് അങ്ങ് തൂത്ത് തുടച്ചങ്ങ് പോകും. പക്ഷേ ഇതുപോലുള്ള ദിവസങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് നീക്കിയിട്ട് നല്ലതായിട്ടൊന്ന് അതിനടിയൊക്കെ വൃത്തിയാക്കി തുടച്ചെടുക്കുക. നമ്മളെ ഡൈനിങ് ടേബിൾ ചെയർ അതെല്ലാം ഒന്ന് നീക്കിയിട്ടിട്ട് നല്ലതായിട്ടൊന്ന് തൂത്ത് പൊടിയൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കും. അങ്ങനത്തെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയും സെറ്റിയെല്ലാം ഞാൻ ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി പൊടി ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നും തൂക്കുന്നതാണ്, പക്ഷേ ഇത്രയും പൊടിയുടെ അതിൽ കിടന്ന് അങ്ങനെ അതെല്ലാം മാറ്റി നല്ലതായിട്ട് തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്ന കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണ് ഞാനിതുപോലെ സെറ്റിയൊക്കെ മാറ്റി പ്രത്യേക സമയം കണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതിനൊന്നും സമയം കിട്ടും. നമ്മൾ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് പെട്ടെന്ന് കാണുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുക. ആ രീതിയിലാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സെറ്റിയെല്ലാം നീക്കി ഇങ്ങനെ എല്ലാ പൊടികളും തൂത്ത് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി നീറ്റായിട്ട് തൂത്തെടുത്തിട്ടുണ്ട്. ഇനി ആ തൂത്തതിന് ശേഷം നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് നല്ലതായിട്ട് തുടച്ചെടുക്കുക. അപ്പം നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും നല്ല മണമുള്ള എന്തെങ്കിലും ലിക്വിഡോ എന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ തുടയ്ക്കട്ടെ. അപ്പം നല്ലൊരു സുഗന്ധമായിരിക്കും. അപ്പം അതൊരു പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് വന്ന് കയറാനും നമ്മൾ തുടച്ച് തീർന്നിട്ട് നമ്മൾ ആ വീട് മൊത്തം ഒന്ന് ആ റൂമൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടും നമുക്ക്. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ക്ലീനിങ് ചെയ്യാൻ പാടുക ഇതുപോലെയുള്ള നമ്മളെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് കേട്ടോ. അവിടെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ വീണ് അവിടെയൊക്കെ ചെടി. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് നീറ്റാക്കി തുടച്ചെടുക്കണം കേട്ടോ. ബാക്കിയ സ്ഥലങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി തുടച്ചെടുത്ത് വരണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാൻ കഴിഞ്ഞ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല റെസിപ്പികളാണ്, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റങ്ങളുള്ള റെസിപ്പിയൊക്കെയാണ്. അങ്ങനെ തുടപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഇനി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കബോർഡിനകത്തുള്ള എല്ലാം പറക്കൊന്ന് മാറ്റി അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തറയിൽ. പിന്നെ ഇതെൻ്റെ പുതിയ ബോട്ടിലൊക്കെ ആയതുകൊണ്ട് എനിക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തുടച്ചിട്ട് വീണ്ടും അവിടെ തന്നെ പുതിയ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സന്ധ്യയായല്ലോ. ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ എടുത്ത്
തീയിട്ട് കനലാക്കി എടുത്തിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? നമുക്ക് നല്ലൊരു കുന്തിരിക്കം പുകയിടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കുന്തിരിക്കം പുകയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നത് വീടിന് നല്ലൊരു ഐശ്വര്യമാണെന്ന് പറയും. അങ്ങനെ ഇതാ കുന്തിരിക്കം പുകയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ക്രിസ്മസ് ആയി. അപ്പം നല്ല വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടൊക്കെ കിടക്കുന്ന ഒരിതല്ലേ. അങ്ങനെ അവിടെ എല്ലാം ഇതാ കുന്തിരിക്കം പുകയിട്ട് എല്ലായിടവും ഞാൻ കിച്ചണിലും എല്ലായിടവും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഈ 2 റൂമിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ വീട് നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് നല്ല തിളക്കമുള്ളതായിട്ട് കിടക്കണം കേട്ടോ. അപ്പം നല്ലൊരു പ്രത്യേക വൈബായിരിക്കും നമുക്ക് നോക്കാനും അവിടെ ചെന്നിരിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ചായ ഇടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു, പാലൊക്കെ വെച്ച് ചായക്കുള്ളതെല്ലാം റെഡിയാക്കി. ഇത് കണ്ട പഴംപൊരി ആയിരിക്കും തോന്നുമല്ലേ, പക്ഷേ ഇതെൻ്റെ മുളക് ബജിയാണ് കേട്ടോ. മൈദാമാവും ഉപ്പും ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുളക് ബജിയാണ് കേട്ടോ. അങ്ങനെ മുളക് ബജിയും ഒക്കെ എല്ലാം അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ മുളക് കണ്ട് അങ്ങനെ അതിൻ്റെ ഭംഗിയുണ്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇന്ന് എന്തായാലും മുളക് ബജിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഞെട്ടില്ല കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് അഴുകി പോകുമെന്ന് വിചാരിച്ച് അതെല്ലാം മാറ്റിയാണ് കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയാക്കി. ഇനി ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണി കഴിഞ്ഞ് കേട്ടോ സമയം. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ അടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ കറക്റ്റ് 7 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കണ സമയമാണ്. നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടിയൊക്കെ എടുത്തുള്ളവർക്കറിയാം. ഇതുപോലെ പച്ചത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് 7 മണിക്ക് ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതൊക്കെ ചൊല്ലണം. അത് മസ്റ്റായിട്ടും അത് ചൊല്ലാനുള്ള പ്രാർത്ഥനയാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിൽ ഞാൻ എന്താ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഞങ്ങളിനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്രിസ്മസിന് ഫസ്റ്റ് കിട്ടിയ കേക്കാണ് കേട്ടോ. അച്ഛൻ വാങ്ങിച്ച് എന്നതാണ്, ചേട്ടൻ്റെ അച്ഛൻ. അങ്ങനെ അതൊക്കെ ഇതാ ഇവിടെ കട്ട് ചെയ്ത് കഴിക്കാനുള്ള പരിപാടി. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള കേക്കാണ്. അപ്പോൾ ഇത് ഞങ്ങളെ വീടിനടുത്ത് തന്നെ ഒരിടത്ത് ഓർഡർ കൊടുത്ത് ചെയ്തതാണ്. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ക്രിസ്മസിലെ ആദ്യത്തെ കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല ക്രിസ്മസ് വീഡിയോകളും ഒത്തിരി വീഡിയോകളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.